ചേച്ചി, നീ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വിക്കി ചേട്ടന്റെ മെസ്സേജ് കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. പക്ഷേ ഇതായിരുന്നല്ലേ വിഷയം. അഞ്ജു, അത് അങ്ങനെയൊന്നും അല്ല. എനിക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട് ചേച്ചി. മറ്റൊരാളായിട്ട് കല്യാണം ഫിക്സ് ആയ ചേച്ചി ഇങ്ങനെ വേറൊരാളായിട്ട് കറങ്ങി നടക്കുന്നതൊക്കെ വീട്ടില് നാണക്കേടല്ലേ ചേച്ചി? അമ്മയ്ക്ക് ചേച്ചി എന്തൊരു വിശ്വാസമാണെന്നറിയോ? അമ്മ അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അഞ്ജു പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട ചേച്ചി. നീയല്ലേ മൂത്തത്. നിന്നെ കണ്ട് പഠിക്കണമെന്ന് അമ്മ എപ്പോഴും പറയുന്നത്. ഞാനിത് വീട്ടിൽ ചെന്ന് ഉടനെ പറയും. എല്ലാവരും അറിയട്ടെ. അഞ്ജു, അഞ്ജു, അമൂല്യ ഒന്ന് നിക്ക്. അമൂല്യ നിക്കാനാ പറഞ്ഞേ. ഒന്ന് നിക്ക അമൂല്യ. ഞാൻ നിന്നോട് എന്റെ പുറകെ വരാൻ എപ്പോഴെങ്കിലും പറഞ്ഞായിരുന്നോ? എന്റെ പുറകെ വരണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നാൽ ഞാൻ എന്തിനാ നിൽക്കുന്നേ? ഞാൻ പോവാ. എന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യം നിനക്കില്ല. നോക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അയ്യോ എന്റെ പൊന്നു ബോസേ, ഓൾറെഡി നിന്നെ ഞാൻ വിശ്വസിച്ച് നിനക്കൊരു അവസരം തന്നു. അതിന് എന്നെ തന്നെ പറഞ്ഞാ മതിയല്ലോ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഐ വാസ് റൈറ്റ്. അതെ, നമുക്ക് ആരെയെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെ പറ്റി ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞു നടക്കണോ? നീ തീരെ ഈ ലെവൽ വരെ താഴുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതേ ഇല്ല. ചുമ്മാ നീ വായി തോന്നി വിളിച്ചു പറയണ്ട. ഞാൻ അങ്ങനെ ആരെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കില്ല. ഞാൻ ഈ പറയുന്ന കള്ളമല്ല. ട്രസ്റ്റ് മീ. നിന്റെ അനിയൻ പോലും നിന്നെ വിശ്വസിക്കില്ല. പിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നേ? ഗൗതം എത്ര നല്ലവനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം കല്യാണം കഴിച്ചാൽ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നേ? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് വേദാന്ത്. ഓൾറെഡി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കയറി നീ ഇതിൽ വില്ലനാവാൻ നിൽക്കണ്ട. ഷട്ട് അപ്പ്. എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലെന്നാണ് കരുതിയേ. എനിക്കൊരു 1000 കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതെല്ലാം വിട്ട് ഞാൻ ഈ കാര്യത്തിന്റെ പിന്നാലെ നടക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. നീ തന്ന സമയത്തിനുള്ളിൽ ആ ഗൗതം ഫ്രോഡാണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ ഫ്രോഡേ അല്ല എന്ന് നീ വിചാരിക്കില്ലേ? അതുകൊണ്ട് എനിക്ക് പ്രൂവ് ചെയ്തേ പറ്റൂ. പക്ഷെ എനിക്ക് കുറച്ച് സമയം കൂടെ വേണം. കല്യാണം ഇങ്ങ് അടുത്തു. നമുക്കിനി സമയമൊന്നും ഇല്ല. ഗൗതമിനെ വിശ്വസിക്കാതെ വേറെ ഒരു വഴിയില്ല. അതൊന്ന് മനസ്സിലാക്ക്. ഒരിക്കലും ഞാൻ അവനെ വിശ്വസിക്കില്ല. നിന്റെ കാര്യം പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാൻ നിനക്ക് തന്ന സമയം ഇന്ന് രാത്രിയോടെ തീർന്നു കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം എന്റെ ഫീലിംഗ്സിനെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഫീലിംഗ്സിനെ പറ്റിയോ ഒന്നും നീ ആലോചിക്കണ്ട. അവൻ പക്ക ഫ്രോഡാണെന്ന് നിന്റെ മുന്നിൽ തെളിയിക്കാൻ ഞാൻ എന്റെ സമയം മുഴുവനും ചെലവാക്കും. അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ ചെയ്. എന്നാ ഇപ്പൊ കല്യാണം ഏത് രീതിയിലാണോ നടക്കാൻ പ്ലാൻ ചെയ്തിരുന്നത് അതുപോലെ തന്നെ നടക്കും. ഒരു മാറ്റവും ഇല്ല. But Amulya, listen to me. Sorry, എനിക്കൊന്നും പറയാനില്ല. ആ ചേച്ചി പറ. എന്ത്? എല്ലാ കാര്യങ്ങളും അഞ്ജു അറിഞ്ഞുന്നോ? അയ്യോ, എന്തിനടി പെണ്ണെ നീ ഇങ്ങനെ വിളിച്ചു കൂന്നേ? അയ്യോ അമ്മ, എനിക്ക് എന്തെങ്കിലും കഴിക്കാന്നാ. എനിക്ക് ഭയങ്കര വിശക്കുന്നു. ദോശമാവ് ഇരിപ്പുണ്ട്, ഞാൻ ഇപ്പൊ ചുട്ടുതരാം. എപ്പൊ നോക്കിയാലും ദോശ ഇഡലി അവലും തന്നെയാ. എന്തെങ്കിലും ടേസ്റ്റി ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവാ. ഒരെണ്ണം തന്നാലുണ്ടല്ലോ. നമുക്ക് കാറ്ററിംഗ് സർവീസ് മാത്രമുള്ളൂ നിനക്കറിയാലോ. അല്ലാതെ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാനേ ഇത് ഹോട്ടലൊന്നും അല്ല. എന്താ അമ്മേ, ഉള്ളത് 4 മക്കളും അച്ഛനും അല്ലേ? അവർക്ക് ഇഷ്ടമുള്ളത് പോലും ഉണ്ടാക്കി കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടോ. ഈ പരിമളയുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാലേ ഈ ഏരിയക്ക് തന്നെ വേൾഡ് ഫേമസ് ആണ്. ഞാൻ വെറുതെ ഇത്തിരി എണ്ണ ഒഴിച്ച് കടുക് വറുത്താല് നല്ല ലെമൺ റൈസാ. ബിൽഡപ്പ് എല്ലാം മതിയേ. എന്റെ നാക്കുകൊണ്ട് സബാഷ് പരിമള എന്ന് പറയുന്ന ഫുഡ് എന്തുണ്ടാക്കി തരും? വേറെ ഒന്നും ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെയുള്ളത് ദോശമാവാ. അതിൽ തന്നെ ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക് എല്ലാം കൂടെ കൂട്ടി കറി ഉണ്ടാക്കി നിനക്ക് ഞാൻ നല്ലൊരു ഇടിയപ്പം ഉണ്ടാക്കി തരാം. ഇതാണ് ദ ഗ്രേറ്റ് ഷെഫ് പരിമള എന്ന് പറഞ്ഞത്. വേദന എടുക്കുന്നടി പെണ്ണേ. സോപ്പ് ഇടുന്നതിന് മാത്രം ഒരു കുറവില്ല പെണ്ണെ. ഹലോ അമൂല്യ ചേച്ചി. അതെയോ? അപ്പൊ അഞ്ജുവിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്നാണ് പറയുന്നത്. നിക്ക്, അവള് വാ തുറക്കാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാം. ചേച്ചി എങ്ങോട്ടടി പോകുന്നേ? അമ്മ എന്തിനാ വിളിക്കുന്നേ? എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിന്റെ അനിയത്തി കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് നീ എന്തിനാ കിടന്ന് ടെൻഷൻ ആവുന്നേ? കാർ നിർത്താൻ. ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ അഹങ്കാരിയുടെ ഓഫീസിലല്ല ജോലി ചെയ്യുന്നത്. വീട്ടില് വേദാന്ത് എന്ന് പറഞ്ഞ ആർക്കും ഒട്ടും ഇഷ്ടമല്ല.
എന്റെ വീട്ടിൽ നീ ഒരു അഹങ്കാരിയാണെന്നുള്ളത് ഫേമസ് ആ. വീടിന്റെ അടുത്ത് നിർത്തിയാൽ അവരറിയും. അതുകൊണ്ടാ നിങ്ങളോട് ഇവിടെ നിർത്താൻ പറഞ്ഞേ. നിനക്കെന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലേ? നീ ഇപ്പോഴും കൊച്ചുകുട്ടിയാ. ചാലഞ്ചിൽ വിജയിക്കുന്നത് ഞാനാ. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമെന്ന് കരുതി നീ എന്റെ പഴയ വീട്ടിൽ അന്വേഷിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ അവിടെ നിന്നൊക്കെ എന്നേ മാറിക്കഴിഞ്ഞു. As expected, you lost again. ഏയ് എന്താ നോക്ക്, ആ ഗൗതം അയച്ച മെസ്സേജാ. എല്ലാരും അവൻ എത്ര നീറ്റായിട്ട് പറ്റിക്കുന്നതെന്ന് ഇത് വായിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും. വായിക്കേ. എന്താ ഇപ്പോഴെങ്കിലും വിശ്വാസമായോ? ഇന്ന നീ തന്നെ നോക്ക്. അമ്മയാണെങ്കിൽ വീട്ടിൽ തന്നെയുണ്ട്. അഞ്ജു എല്ലാരോടും എല്ലാ കാര്യങ്ങളും പറയുമെന്നുള്ള ടെൻഷനില്ല ഞാനിപ്പോ. അതിനിടയ്ക്ക് ചുമ്മാ ഓരോന്ന്. എന്താ ഇതൊക്കെ തമാശയാണോ? അതിലെന്താ ഉള്ളത്? ഉണ്ടായിരുന്നു, മെസ്സേജ് ഉണ്ടായിരുന്നു. അവൻ തന്നെ ഡിലീറ്റ് ആക്കിയേ. ഹലോ, ഇതെല്ലാം പറയുന്നത് കേൾക്കുമ്പോ വിക്കി പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. നിനക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതുപോലെയും ഉള്ള കാര്യങ്ങൾ ഇല്ലാത്തതുപോലെയും തോന്നും. എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. എങ്ങനെയൊക്കെയോ അങ്ങ് ജീവിച്ചു പോകുന്നു. എന്ന് വെച്ചാ നീ എന്താ ഉദ്ദേശിച്ചേ? എന്റെ തലയ്ക്ക് വട്ടാണെന്നോ? അത് ഞാൻ പറഞ്ഞ നീ വിശ്വസിക്കില്ലല്ലോ. എന്തായാലും നീ ഒന്ന് ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്ത് ഒന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതാ. അതാ നിനക്ക് നല്ലത്, ഞങ്ങൾക്ക് നല്ലത്. എന്താ നിനക്ക് പറയാനുള്ള? ആരതി ചേച്ചി എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഗൗതം ചേട്ടനായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് വിക്രാന്ത് ചേട്ടന്റെ കൂടെ കറങ്ങി നടക്കുക. ഒന്ന് പതുക്കെ പറയടി, അമ്മ കേട്ട് കഴിഞ്ഞ പ്രശ്നമാവും. എന്നുവെച്ചാ ഈ കാര്യം നിങ്ങൾക്കും അറിയോ? ഞാൻ ഒരാളൊഴിച്ചാൽ നിങ്ങൾ എല്ലാവരും കാര്യം അറിഞ്ഞതല്ലേ? എന്തിനാ ഇത്? എല്ലാവരും ചേർന്ന് കുടുംബത്തെ അപമാനിക്കുവാണോ? അയ്യോ അഞ്ചു, ഒന്നും മിണ്ടാതിരിക്കും. ഞാൻ നിന്നോട് എല്ലാം പറയാം. എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയണ്ട. എന്ത് പറയാനുണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞാ മതി. അമ്മ, അമ്മ. ഓ, എന്ത് വന്നാലും ഇങ്ങനെ അമ്മ അമ്മ എന്ന് വിളിച്ചോണ്ട് പറഞ്ഞു നടക്കാതെ കാര്യം പറയണ്ടേ? എന്താ? അതിഥിക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നീ അമ്പലത്തിൽ പോയിട്ട് ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്? ഉണ്ടാക്കി തരാം, അവിടെ നിൽക്കും. എപ്പോഴും ഇവിടെ ബഹളം തന്നെ. കണ്ടില്ലേ ചേച്ചി, അമ്മ നമ്മളെയൊക്കെ എത്ര വിശ്വസിക്കുന്നെന്ന്. സിനിമയിലൊക്കെ അച്ഛനും അമ്മയും കാണാതെ മക്കൾ ഒളിച്ചോടുന്നത് കാണുമ്പോ ചേച്ചി തന്നെ കുറ്റം പറയാറില്ലേ? ഇതൊരു ചതി തന്നെയല്ലേ? ഞാൻ പ്രായത്തിൽ ചെറുതായിരിക്കും, പക്ഷെ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇവിടെ നടക്കുന്നത് തെറ്റാണെന്ന് ക്ലിയർ ആയി കഴിഞ്ഞു. അഞ്ജു, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഒന്ന് വാ മോളെ. അതിഥി ചേച്ചിക്ക് കാര്യം അറിയാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. എനിക്ക് ആരും പറയുന്നത് കേൾക്കണ്ട. പ്ലീസ് മോളെ, വാശി പിടിക്കാതെ ഒന്ന് വാ. പറ്റില്ല 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 മോളെ. എന്താ പറ്റിയത്? മക്കൾ എല്ലാവരും ഇവിടെ നിൽപ്പുണ്ടല്ലോ. കമാൻഡർ അമൂല്യ പോലും മിണ്ടാതെ നിൽക്കുകയാണല്ലോ. എന്താണ് കാര്യം? ഇത് അച്ഛൻ വിചാരിക്കുന്ന കാര്യമൊന്നുമല്ല. ഇതൊരു വലിയ പ്രശ്നം തന്നെയാ. ആണോ? എന്താ മോളെ അത്? ആരതി ചേച്ചിയുടെ കാര്യം അച്ഛാ.
നിന്റെ ഡിമാൻഡ് എന്താണെന്ന് എനിക്കറിയാം. ചേച്ചിയുടെ കല്യാണം ആകുമ്പോ കമ്പ്യൂട്ടർ വാങ്ങിത്തരാന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. ഇപ്പൊ നീ 10ാം ക്ലാസ് അല്ലേ? നിനക്ക് കമ്പ്യൂട്ടർ വാങ്ങിക്കുന്ന കാര്യം ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അത് സാധിച്ചു തരാം. എന്താ പോരെ? അതല്ല അച്ഛൻ ഞാൻ പറയാൻ വന്നത്. അതല്ലേ പിന്നെന്താ കാര്യം? അയ്യോ അച്ഛാ, അവൾ അങ്ങനെയൊക്കെ പറയും. അച്ഛൻ പോയി കൈയും കാലും കഴിയിട്ട് വാ, ക്ഷീണിച്ചു വന്നതല്ലേ. അച്ഛാ മാത്രമല്ല ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ഇടിയപ്പം ഉണ്ട്, നമുക്കിന്ന് കലക്കണം. നിന്റെ അമ്മ ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മിസ് ചെയ്യാൻ എന്തായാലും പറ്റില്ല. ഞാൻ ഇപ്പൊ കുളിച്ചിട്ട് വന്നേക്കാം, ഉടനെ വന്നേക്കാം. അച്ഛാ മോളെ അഞ്ജു, ഏയ് എനിക്ക് നിന്നോട് സംസാരിക്കണം. ചേച്ചിക്ക് ലവും കൂവൊന്നും പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇക്കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് അമ്മയച്ഛനും അറിയണ്ടേ? അത് വേണ്ടേ? കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചപ്പോ നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ലെന്നാണോ നീ വിചാരിച്ചേ? ഈ കാര്യത്തെ പറ്റി അമ്മ അറിഞ്ഞ അമ്മയ്ക്ക് വല്ല അറ്റാക്കും വരും. അതുമാത്രല്ല, ചേച്ചി ചെറിയ കുട്ടിയൊന്നും അല്ല. ആരെ സ്നേഹിക്കണം, ആരെ കല്യാണം കഴിക്കണം എന്നുള്ള തിരിച്ചറിവൊക്കെ അവൾക്കും ഉണ്ട്. നീ മിണ്ടാതെ എന്റെ കൂടെ റൂമിലേക്ക് വാ. ചേച്ചി ചേച്ചി നീ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, അമ്മു എല്ലാം സംസാരിച്ചോളൂ. ചേച്ചി സമാധാനമായിട്ടിരിക്കെ. ഒന്നും സംസാരിക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണോ? അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ, വേറെ ആരുടെ വീട്ടിൽ ചെന്ന് കഴിക്കുന്നത് പോലെ തലയും കുമ്പിട്ടിരുന്ന് കഴിക്കുന്നത്? ഞാൻ തന്നെ സംസാരിക്കണം ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അമ്മയ്ക്ക് സംസാരിക്കാലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് ഹേർട്ടാവും. പിന്നെ വിഷമിച്ച് എന്തേലും കാണിച്ചു കൂട്ടുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും അറിയാം, നിനക്കെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. അമ്മേ പ്ലീസ്, ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് സംസാരിച്ച് എന്നെ ടോർച്ചർ ചെയ്യരുത്. ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കത് ടോർച്ചറായിട്ടേ തോന്നൂ. അമ്മേ, എക്സാക്റ്റ് ആയി അമ്മയുടെ എക്സ്പെക്ടേഷൻസ് പോലെ വരാൻ ഞാൻ ചേട്ടനല്ല. കൂടുതൽ ടെൻഷൻ ആവണ്ട. ഇപ്പൊ അമ്മയ്ക്കുള്ള എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ ഉണ്ടാവും. ഇനി എന്നെക്കുറിച്ചാണെങ്കിൽ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്താ നീ പറഞ്ഞു വരുന്നത്? ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുമെന്നാണോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഈ പ്രശ്നം ഇവിടെ കൊണ്ട് തീരുമെന്ന് നീ വിചാരിക്കണ്ട. ചേട്ടാ വാ, ഒന്ന് കഴിക്കേ. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ. കിട്ടിയ അഡ്രസ് ശരിയാണ്. ഗൗതമിന്റെ ഭാര്യ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. നോക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അയ്യോ എന്റെ പൊന്നു ബോസേ, ഇത്രയൊക്കെ ഉണ്ടായിട്ട് നിന്നെ ഞാൻ വിശ്വസിച്ചതിന് എന്നെ തന്നെ പറഞ്ഞാ മതിയല്ലോ. നീ ഈ രീതിയിൽ തരം താഴൂന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എനിക്കറിയാവുന്ന സത്യം നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ പറയുന്നതാ സത്യം. ഞാൻ എന്തിനു നിന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണം? ഇനി ആരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് അവന്റെ കള്ളി വെളിച്ചത് കൊണ്ടുവരണം. നിന്നെ കൊണ്ടൊന്നും പറ്റില്ല വേദാന്ത്. ഞാനും എല്ലാത്തിനും തയ്യാറായിട്ടാ നിൽക്കുന്നത്. ആരതിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാനാ. ചേച്ചി, സോറി ചേച്ചി, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ചേച്ചി എല്ലാം തെറ്റാ ചെയ്തെന്നുള്ള കണ്ണില്ല ഞാൻ എല്ലാം കണ്ടത്. പക്ഷെ എനിക്കെല്ലാം തെറ്റ് പറ്റിയതാ. ചേച്ചിയുടെ ഇഷ്ടത്തെ കുറിച്ച് ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല. സോറി ചേച്ചി.
ചേച്ചി ഇനി ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. അമ്മു ചേച്ചി പ്ലാൻ ചെയ്ത പോലെ തന്നെ ചേച്ചിയുടെ കല്യാണം നന്നായി നടക്കും. എന്നും സന്തോഷമായിട്ട് ഇരിക്കണം ചേച്ചി. സാരമില്ല മോളെ, നിനക്കെല്ലാം മനസ്സിലായല്ലോ. ഇല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനൊരു മണ്ടിയാ. അമ്മ ചേച്ചി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഇപ്പോഴാ ചേച്ചിയുടെ വിഷമത്തെ കുറിച്ച് എനിക്ക് മനസ്സിലായത്. അല്ല അഞ്ജു, നിന്റെ പ്രായത്തിൽ ഇത് അറിയുന്നത് തീരെ ശരിയല്ല. അച്ഛനും അമ്മയും ഈ കാര്യങ്ങൾ എന്തേലും അറിയുകയാണെങ്കിൽ പിന്നീട് അത് വലിയ പ്രശ്നമാവും. അവര് നിന്നെ പോലെ എല്ലാം മനസ്സിലാക്കുമായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. നമ്മൾ ഈ കാര്യം പറയുമ്പോ സമയവും സന്ദർഭം മാത്രം നോക്കി പറയണം, അത്രേ ഉള്ളൂ. ഇപ്പൊ അഞ്ജുവിനോട് പറഞ്ഞതുപോലെ നമുക്ക് അച്ഛനെ അമ്മയും പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ? നീ സൂപ്പർ വുമൺ ആണെന്ന് ഉറപ്പാ ചേച്ചി. നിനക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല. ഈ അമൂല്യ എന്ന് പറഞ്ഞ നീ ആരാന്നാ വിചാരിച്ചേ? നേരമില്ല, കാലമില്ല, ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങ് വിളിക്കും. ഈ സമയത്ത് എന്തായാലും വിളിക്കുന്നത് ആർക്കും ഉപയോഗമുള്ള കാര്യത്തിന് വേണ്ടിയൊന്നും ആയിരിക്കും. ഇന്നെങ്ങാനും ഗൗതമിന്റെ കുറ്റം പറഞ്ഞിങ്ങ് വരട്ടെ, അവനെ ഞാൻ ഓടിച്ചിട്ടടിക്കും. ഹലോ, നീ എവിടെയാ? അതൊക്കെ നീ എന്തിനാ അറിയുന്നേ? ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചെന്ന് ആദ്യം പറ. അത് ശരിയാണല്ലോ. നീ എവിടെയായാലും എനിക്കെന്താ, നിന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നല്ല ഞാൻ. പക്ഷെ നീ അരമണിക്കൂറിനുള്ളിൽ കമ്പനിയുടെ ഗോഡൌൺ പാർക്കിംഗിൽ എത്തിയിരിക്കണം. ഹലോ, ഇതെന്താ തമാശയാണോ? ഞാൻ എന്തിനാ വരുന്നേ? എന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞതാ. ഇങ്ങനെ ഓരോ എക്സ്ക്യൂസസ് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ എന്ന് ഉച്ചയ്ക്ക് ഹാഫ് ഡേ ലീവ് എടുത്ത് പോയതല്ലേ? നിന്റെ ഡ്യൂട്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കുറച്ച് കൂടുന്നുണ്ട്. നീ ഒന്നും ഇങ്ങോട്ടേക്ക് പറയണ്ട. ഞാൻ വരാൻ പറഞ്ഞാ വന്നാ മതി. നീ വാന്ന് പറയുമ്പോ തന്നെ വരാൻ ഞാനെന്താ നിന്റെ ഭാര്യയാണോ? Shut up. ഞാൻ മാത്രമല്ല, ഈ ഭൂമിയിലെ ബുദ്ധിയുള്ള ഒരു പുരുഷനും നിന്നെ ഭാര്യയാക്കില്ല. നിന്റെ ഒരു തമാശ. എനിക്കുള്ള ആരാധകരെ പറ്റി നിനക്ക് വല്ല അറിയാമോ? അതൊക്കെ അറിഞ്ഞാ നീ തല ചുറ്റി വീണു പോകും. ഞാനൊന്ന് തുമ്മിയാലോ അല്ലെങ്കിൽ ഒന്നൊന്ന് മൂളിയാലോ എന്റെ വീടിന്റെ മുമ്പിൽ ക്യൂ ആയിരിക്കും, അറിയാമോ? നീ വല്ലാതെ അങ്ങ് ഓവറായി പോണ്ട. വേഗം പാർക്കിംഗ് സ്ഥലത്തേക്ക് പോ. അയ്യോ, എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഈ സമയത്ത് എന്ത് പണിയാ എനിക്ക് അവിടെ ഉള്ളത്? ലോറികൾ വരുന്നുണ്ട്, അതെല്ലാം അൺലോഡ് ചെയ്യിക്കണം. അവിടെ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ നീ നോക്കണം. ഇതെന്തൊരു ലോക്കൽ കമ്പനിയാ? ലോറികൾ അൺലോഡ് ചെയ്യാനായിട്ട് അഡ്മിൻ എന്തിനാ വരുന്നേ? അവിടെ സ്റ്റോർ കീപ്പേഴ്സ് ഇല്ലേ? അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇല്ലേ? എന്നെ ഇങ്ങോട്ടേക്ക് പഠിപ്പിക്കാൻ നീ വരണ്ട. എന്റെ കമ്പനിയിൽ ഈ ജോലിയൊക്കെ അഡ്മിൻസാ ചെയ്യാറ്. നിനക്ക് പറ്റില്ലെങ്കിൽ